വെള്ളം. എന്തു പറ്റി മോളെ? ഉറക്കം വരുന്നില്ലേ? ആതിരമോൾ ഇതുവരെ വിളിച്ചില്ല ചേട്ടത്തി. ഇത്ര നേരമായിട്ട് അവൾ വിളിക്കാത്തോണ്ട് എനിക്കെന്തോ ഒരാദി. അങ്ങനെയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കായിരുന്നില്ലേ? പോലീസ് ട്രെയിനിങ് ക്യാമ്പല്ലേ, അവിടുത്തെ ചിട്ടകളൊന്നും നമുക്കറിയില്ലല്ലോ ചേട്ടത്തി. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വിളിക്കാനൊരു മടി. ഇനിയിപ്പോ നമ്മൾ വിളിച്ചതിന്റെ പേരില് ആതിരമോക്ക് എന്തെങ്കിലും പ്രശ്നമായാലോ? അമൃതമോള് വെറുതെ ടെൻഷൻ അടിക്കണ്ട. പോലീസ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് നല്ല ആയാസപ്പെട്ട പണിയാ. പകൽ മുഴുവൻ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരിക്കും. ക്ഷീണം കാരണം ആതിരമോള് ഉറങ്ങിപ്പോയതായിരിക്കാം. എന്തായാലും നേരം വെളുക്കുമ്പോ ഒരു മെസ്സേജ് എങ്കിലും അയക്കാതിരിക്കില്ല. വെറുതെ ടെൻഷൻ അടിച്ച് ഉറക്കം വിളിച്ച് മോളും അസുഖമൊന്നും വരുത്തി വെക്കരുത് കേട്ടോ. കിടന്നോ, ചെല്ല്. മോളെ, നീ എവിടെയായിരുന്നു ഇത്ര നേരം? നീ എന്താ വിളിക്കാതിരുന്നേ? അത് പിന്നെ ഞാൻ നിങ്ങളെ രാവിലെ വീഡിയോ കോൾ വിളിച്ചപ്പോ അത് റാണി മാഡം കണ്ടുപിടിച്ചു. എന്നിട്ട് ക്ലാസ് ടൈമിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ആ മൊബൈൽ ഇങ്ങതാ. ഞാൻ സൂക്ഷിച്ചോളാം മാഡം. താനെന്താ എന്നെ കളിയാക്കണോ? ഇത്തരം കൊമ്പുകൾ ഒടിച്ചിട്ട് വേണം പരിശീലനം തുടങ്ങാൻ. ഇങ്ങതാ. ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിന് ചുറ്റും 100 റൗണ്ട് ഓടിയിട്ട് എന്നെ വന്ന് കണ്ടാ മതി. ഫോൺ തരുന്ന കാര്യം ആലോചിക്കാം. ക്ലാസ് ടൈമിൽ ഫോണിൽ സംസാരിക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലായിരുന്നോ? ഇവിടുത്തെ നിയമങ്ങളൊക്കെ എത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമൃതേച്ചി. നീ കാണിച്ചത് അബദ്ധം തന്നെയാ. ക്ലാസ് ടൈമിൽ നീ ഫോൺ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ അവരുടെ മുന്നിൽ ചെന്ന് പെടാതെ പതുക്കെ വിളിച്ചാ മതി. ശരി അമൃതേച്ചി. ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്ന അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ ട്രെയിനിങ്ങിന് പോയത്? അപ്പൊ പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോളെ? മോളെ, അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? അതിന് മാത്രം അവിടെ എന്താ ഉണ്ടായത്? റാണി മാഡം എന്നെ കൊണ്ട് ഗ്രൗണ്ടിൽ ഓടിക്കാൻ മാത്രമല്ല വേറെ ഒരുപാട് പണിഷ്മെന്റ് തന്നു. വേറെ എന്ത് പണിഷ്മെന്റ്? ഈ കോലുകൊണ്ട് കുത്തി കുത്തി നിൽക്കാതെ അങ്ങോട്ട് കുത്തിയിരുന്നു തുടക്കടി. അടിക്കിന്റെ ഒരു പൊട്ട് പോലും തറയിൽ കാണാൻ പാടില്ല. പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങനെ ഇരുന്ന് നിറങ്ങിയാല് നേരം വെളുത്താലും നിന്റെ പണി കഴിയില്ല. ദേഹം അനങ്ങി വേഗം തുടക്കടി. അവിടേക്ക് ഞാൻ തുടച്ചായിരുന്നു. മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഞാൻ തട്ടി തൂവിയത്. ഇവിടെയൊന്നും വേണ്ടത്ര വൃത്തിയായില്ല. ഒന്നേന്ന് തുടച്ചോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.